ഞാൻ ശ്രീരേഖ. രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. വളരെയധികം നന്ദിയായിട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഈ കമൻറ്റും എല്ലാം എനിക്ക് വളരെയധികം മോട്ടിവേഷൻ തരുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഓരോ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങണമെന്നേ ഉള്ളൂ. ജെല്ലായിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ചെയ്തത് ഓയിലാണ് കേട്ടോ. ഓയിൽ അപ്ലൈ ചെയ്തതാണ് നെല്ലിക്കൽമാതി. അതാണ് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നത്. അതിനുശേഷം നെല്ലിക്കപ്പൊടി പിന്നെ മൈലാഞ്ചിപ്പൊടി ഇട്ട് പാക്ക് ഇട്ടു. പിന്നെ നമ്മൾ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലുള്ള ചൂടെല്ലാം മാറും, എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും ചെയ്യുമ്പോൾ അതുവരെയുള്ള എന്തെങ്കിലുമൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും മുടിയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അത് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത്തിരി ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് പതുക്കെ ഡെയിലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു. ചെറിയൊരു യാത്രയുണ്ടായിരുന്നു. അത് കാരണം മുടി വിടുത്താൻ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം മുടി വിടുത്താനായിട്ട്. മുടി വെടുത്തുന്ന സമയത്ത് അല്പം ജെല്ല് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഹൈബിസ്കസിൻ്റെ ജെല്ല് അപ്ലൈ ചെയ്യുന്നതാണ്. നമുക്ക് അത് പിന്നെ ഈ നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നീർപ്പിടുത്തമുള്ളവരൊന്നും രാത്രി സമയങ്ങളിലൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല കൂളിംഗ് ആയിരിക്കും. തലയോട്ടിലും തലമുടിയിലൊക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ആശ്വാസമായിരിക്കും. ചൂടിൽ നിന്നൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ ഇത് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഡെയിലി തേക്കുന്നത് കൊണ്ടിട്ട് ഉള്ള നമുക്ക് വളരെയധികം ഗുണങ്ങളാണുള്ളത്. നമ്മൾ കുറച്ച് നാൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് അതിൻ്റെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അത് മുടി ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ അത്രയും നാളത്തെ ഇപ്പോൾ ചെടിക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ കുറച്ച് നാളില്ലെങ്കിലും നമുക്ക് ആ വളം ഇട്ടതിൻ്റെ ഗുണം നമുക്ക് കുറച്ച് നാളത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന പോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ജെല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി കുറേശ്ശെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാവുന്നതൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അതായത് എൻ്റെ ഇവിടെ ചെറിയൊരു പാലുണ്ണി പോലെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഡെയിലി ആകുമ്പോൾ അത് കുറേശ്ശെ വലുതായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, എൻ്റെ അനുഭവമാണ് ഞാൻ ചെയ്തത്, നമ്മുടെ ഇരട്ടി മധുരം ഉണ്ടല്ലോ, ഇരട്ടി മധുരവും തേനും കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് സാധിക്കും. അവിടെ മാത്രമായിട്ട് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതല്ലെങ്കിൽ ഫേഷ്യൽ പോലെ മുഴുവനും തേച്ചാലും നമുക്ക് മുഖത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ ഈ പാലുണ്ണി പ്രത്യേകിച്ചും ഈ സൈഡെങ്കിലും ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 5-6 ദിവസത്തേക്ക് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേദന പോലെ തോന്നും. പിന്നെ അത് കുറഞ്ഞ് ചെറുതായി വരുന്നതായിട്ട് നമുക്ക് കാണാം. ചെറുതായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സാധനം നമ്മുടെ മുഖത്തു നിന്ന് തന്നെ അത് പോകും കേട്ടോ. അപ്പോൾ ഈ അരിമ്പാറയ്ക്ക് ഇത് നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ അരിമ്പാറ ഇങ്ങനെ തരി പോലെ ഉണ്ടാവും. പണ്ട് എനിക്കുണ്ടായിരുന്നതാണ് കേട്ടോ. അതെല്ലാം മാറിയതാണ്, കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അരിമ്പാറ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിന് ഇങ്ങനെ തരി പോലെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ആ തരി പോലെയുള്ളത് ആദ്യം പോകും. പോയി അത് കുഞ്ഞായിട്ട് ചെറുതായിട്ട് ചുരുങ്ങിയിട്ടാണ് അത് കംപ്ലീറ്റ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ചിലത് ഒരാഴ്ച കൊണ്ട് പോകും, ചിലത് 2 ആഴ്ച കൊണ്ട് പോകുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ പാലുണ്ണിയോ അരിമ്പാറയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇരട്ടി മധുരം തേനും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ടൈം എടുക്കുന്നത്. എനിക്കിത് ഒരു 5-6 ദിവസം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഈ പാലുണ്ണി പോലത്തെ സംഭവം പോയി. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അതിങ്ങനെ ഇളകുമ്പോഴത്തേക്കും കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചെറുതായി വന്നിട്ട് തന്നെ അത് പോകും കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ. സ്വന്തം അനുഭവമാണ് കേട്ടോ.
ഇത് ഈ ഇരട്ടി മധുരം ഞാൻ ഇരട്ടി മധുരത്തിന്റെ ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാക്ക് ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നല്ലതാണ്, കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ പാലുണ്ണി അരിമ്പാറയൊക്കെ കേട്ടോ. അരിമ്പാറ കുറച്ചുകൂടി ടൈം എടുക്കും മാറാനായിട്ട്, കാരണം പാലുണ്ണിയേക്കാളും കുറച്ച് വലിപ്പമുള്ളതാണല്ലോ. അപ്പൊ ഡെയിലി ഇത് അപ്ലൈ ചെയ്യണം. ഇത് പോകുന്ന വരെയും നമ്മളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, നമുക്ക് രാത്രി കിടക്കാൻ നേരത്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് അപ്ലൈ ചെയ്ത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോട്ടെ, പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ ഇത് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ പകൽ സമയത്തൊക്കെ നല്ല ചൂടും ഉണ്ടല്ലേ, അതനുസരിച്ച് മഴയും വരുന്നുണ്ട് രാത്രിയിലൊക്കെ. അപ്പൊ ചൂടും പിന്നെ തണുപ്പും കൂടി വരുന്ന അവസ്ഥയിൽ അല്ലേ, നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കാൻ ആരും മടി കാണിക്കരുത്. ചൂട് പ്രത്യേകിച്ചും വെയിലൊക്കെ ഉള്ളപ്പോൾ ജലാംശം വറ്റിക്കൊണ്ടിരിക്കും ശരീരത്തിൽ. അപ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണാം. തൈറോയിഡ് പോലെയുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമുക്ക് മുഖത്ത് ആവശ്യമുള്ളത്ര എടുക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞ് മറ്റേ കുരുക്കൾക്കാണെങ്കിലും ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഫേസ് ഫുള്ള് ഇടാം. അല്ല ഇനി അരിമ്പാറ അതുപോലെ പാലുണ്ണി പോലെയുള്ള അല്പം അല്പം ചെറിയ ചെറിയ സംഭവങ്ങൾക്കാണെങ്കിൽ നമുക്ക് അല്പം എടുക്കാം. ഇത്ര കേട്ടോ, കുറച്ചെടുത്തിട്ട് പിന്നെ ഹണിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിന്, ഇത് ചാലിക്കാൻ ആവശ്യത്തിനുള്ള എടുക്കാം കേട്ടോ. പൊടിക്ക് കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് ആവശ്യത്തിനൊക്കെ ചാലിക്കാൻ നമുക്ക് വെള്ളത്തിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മാത്രം മതി കേട്ടോ. ഈ തേനും അതുപോലെ തന്നെ ഇരട്ടി മധുരം മതി. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ, ഇത് നമ്മൾ തലേ ദിവസം അപ്ലൈ ചെയ്ത് വെക്കുമല്ലോ ഈ കുരുക്കളുടെ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കുരു എവിടെയാണോ അതുപോലെ പാലുണ്ണി എവിടെയാണോ ഇവിടെയൊക്കെ ആണെങ്കിൽ അവിടെ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്യാം. രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെറുനാരങ്ങ, പകുതി ചെറുനാരങ്ങ മുറിച്ചെടുത്തിട്ട് മുഖത്താകെ ഇങ്ങനെ 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 ഒന്നില്ലെങ്കിൽ ആവശ്യം മാത്രം, അല്ലെങ്കിൽ ഫേഷ്യലായി കംപ്ലീറ്റ് നമുക്ക് ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെയുള്ള കുരുക്കൾ കാര്യങ്ങൾ മുഖത്ത്, അതുപോലെ ധാരാളം മുഖക്കുരു ഉള്ളവരാണെങ്കിലും അവർക്കിത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാലുണ്ണി അതുപോലെ അതിനേക്കാളും കൂടുതൽ ടൈം എടുക്കും കേട്ടോ അരിമ്പാറ പോകാനായിട്ട്. അത് കുറച്ച് വലുതായിരിക്കുമല്ലോ, അതിന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തെല്ലരി പോലെയുള്ളത് ആദ്യം പറഞ്ഞു പോയിട്ട് അത് ചുരുങ്ങി വരും, എന്നിട്ട് കംപ്ലീറ്റ് ഇല്ലാണ്ടാവും കേട്ടോ. അത് ഇവിടെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, ഈ വശത്ത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഒന്നില്ലെങ്കിൽ അവിടെ മാത്രമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് രാത്രി കിടക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ചെറുനാരങ്ങ പകുതി എടുത്തിട്ട് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക. നമ്മളറിയാതെ തന്നെ പൊക്കോളും ആ സംഭവം കേട്ടോ. ഇതിങ്ങനെ ഇളകി വരുമ്പോൾ അല്പം ഇത്തിരി വേദന തോന്നും നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് തന്നെത്താനെ പൊക്കോളും കേട്ടോ, ചെറുതായി പോകും. നല്ല ഇതാണ് കേട്ടോ, നല്ലൊരു ടിപ്പാണ്. അപ്പോൾ മുഖത്ത് കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. മുഖത്തിന് നല്ല ഗ്ലേസിങ്ങും കിട്ടും, കുരുക്കൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ. നമുക്ക് എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മുടി പറഞ്ഞ പോലെയൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ വന്നില്ല എന്ന് വെച്ചിട്ട് ആരും മുടി ഉപേക്ഷിക്കരുത് കേട്ടോ. മുടി എപ്പോഴും പരിപാലിച്ചു കൊണ്ടേ ഇരിക്കുക കേട്ടോ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേട്ടോ. ഭഗവാനിലേക്ക് അർപ്പിക്കുക എല്ലാം. ഈശ്വരൻ അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഈശ്വരനിലേക്കെല്ലാം നമ്മൾ നമ്മുടെ വിഷമങ്ങൾ കംപ്ലീറ്റ് അർപ്പിക്കുക, അവിടെ നിന്ന് നമുക്ക് സമാധാനം തരും കേട്ടോ. അപ്പോൾ ഇനി നാളെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത്. നമസ്കാരം.